ഹലോ ഗ്യാസ്, വെൽക്കം ബാക്ക് ടു റോക്ക് സ്റ്റാർ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് റോബ്ലോക്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗെയിം തന്നെ ആയിരിക്കും. നമുക്കിന്നത് കുറെ ഗെയിംസ് ഒക്കെ ഉണ്ട്. അതിൽ നമ്മൾ ഇന്ന് കളിക്കാൻ പോണ ഗെയിമാണ് സർവൈവൽ ദ ബ്രെയിൻ റോട്ട്. ലോഡായ ഞാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. എന്താണെന്ന് വെച്ചാൽ സർവൈവ് ചെയ്യണം, അതാണ് നമ്മുടെ ഗെയിം. അങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ നമുക്ക് ഒരാളായിട്ടാണ് കളിക്കുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ. എങ്ങനെ ഉണ്ടാവുന്നോ, ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല. ആദ്യം തന്നെ എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുണ്ട്. നിങ്ങൾ കമന്റ് ചെയ്യുന്ന ഗെയിം ഒന്നും കളിക്കുന്നതായിരിക്കും പ്രോബ്ലോക്സിന്റെ അകത്ത്. ഇതിപ്പോ പ്രിപ്പയർ എ പ്ലേസ് ഓഫ് ദ നൈറ്റ് കാണിക്കുന്നുണ്ട്. ബേസ് പണിയാണ് ഇതിൻ്റെ അകത്ത്. എന്നിട്ട് ഇവിടെ ഒന്നും പറ്റിയൊന്നും ഇല്ല പണിയാൻ. ക്രൗച്ച് അല്ല, പിക്കപ്പ്. നമുക്ക് താഴ്ത്ത് പണിയാം. റൊട്ടേറ്റ് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പൊക്കിയിട്ട് ഇവിടുത്തെ ഗ്യാപ്പൊക്കെ നമ്മൾ അടച്ചു കൊടുക്കാം. ഇതേപോലെ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ഫുഡൊക്കെ ഉണ്ട് ഇതിനകത്ത്. ആവശ്യമില്ല. സ്പ്രിന്റ് ഇട്ട് ഓടിയാ നമ്മുടെ ഫുഡ് പെട്ടെന്ന് തീരും. അതുകൊണ്ട് നമ്മളിവിടെ പെട്ടി തപ്പാൻ പോയേക്കണേണ്. രാത്രിയാകും കുറച്ച് നേരം കൂടിയുള്ളൂ. ആ പൊക്കത്ത് കാണുന്ന മഞ്ഞ ബാറാണ് ഇതിനകത്ത് രാത്രിയാണെന്ന് അറിയണത്. നമുക്ക് തൽക്കാലം ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാം. എനിക്കിപ്പോ ഇവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. കുറെ പെട്ടിയുണ്ട് ഇവിടെ, അത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ആരും സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത് കേട്ടോ. മറക്കൂലെന്നറിയാം, നല്ല ഓർമ്മിച്ചുള്ളൂ. ഇരിക്കണം. ഇവിടെ നമ്മൾ ഇത് ചുറ്റിനും വെച്ചു കൊടുക്കണം. ഇത് പാടാണ്. നമുക്ക് ഞാൻ ഇവിടെ നിന്ന് ഷീറ്റ് കണ്ടിരുന്നു. രാത്രിയായി. വെയിറ്റ് നോക്കട്ടെ, ഇതിന്റെ പൊക്കത്ത് നിക്കാൻ പറ്റുമോ നോക്കട്ടെ. നിക്കാൻ എടുക്കാൻ പറ്റുമോ? കുഴപ്പമില്ല, നമുക്ക് അവിടെ കൊണ്ട് എന്റെ ബേസിന് അവിടെ കൊണ്ടുപോയി വെക്കാം. ഒന്നും കാണാൻ പറ്റണല്ല. ക്രൗച്ച് ആണത്. ഈ ശരിക്കൊന്നും കാണാൻ പറ്റണല്ല. ഒന്ന് പ്ലേസ് ചെയ്യട്ടെ. എനിക്കൊന്നും കാണാൻ പറ്റണല്ല. എന്റെ ബേസ് ഞാൻ മറന്നുപോയി ഗൈസ്, എവിടെയുള്ളത് നോക്കട്ടെ. കിട്ടി. ഇവിടെ നേരെ നമ്മുടെ ബേസിൽ കൊണ്ടുപോയി വെക്കാം. ആരും നമ്മളെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മ പെടും. ഇനി രാവിലെ വെക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് മര്യാദ കാണാൻ പറ്റുള്ള. ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടിയിട്ടോക്കട്ടെ. ഇപ്പൊ ശരിയായി. രാവിലെ ഇപ്പൊ പ്ലേസ് ചെയ്യാം. നമുക്കിനി ഇതേപോലെ അടിപൊളി ബേസ് ഉണ്ടാക്കണം. ഫുഡൊക്കെ ഉണ്ട്. അതേപോലത്തെ ഷെൽഫൊക്കെ അത്യാവശ്യം കൊണ്ടുവരണം. ഒരു ഗണ്ണ് കിട്ടി ഇവരെ കൊല്ലാൻ വേണ്ടി. അവിടെ വേറെ ഗണ്ണാണ്. നമുക്കതൊന്നും അല്ല ആവശ്യം. നമുക്ക് ഇങ്ങനത്തെ കുറച്ച് പലക കഷ്ണങ്ങളാണ് ആവശ്യം. അല്ലെങ്കിൽ നമ്മ രാത്രി ആവുമ്പോ ഈ മുളക് പൊലിക്കണ കണ്ട
ഇവൻ നമ്മളെ പിടിക്കാൻ വരും. അയ്യോ കാണിച്ചോണ്ടിരിക്കണം. നമ്മ ഇതൊക്കെ റൊട്ടേറ്റ് കൊടുക്കാം. നമുക്കിവിടെ കവർ എന്തായാലും ഇവിടെ കവർ ചെയ്യണം, അല്ലെങ്കിൽ അവര് ബ്രെയിൻ റോട്ടുകൾ ഇതിന്റെ ഇടയിൽ കൂടെ വരും. നമ്മ ഇവിടെ ഇന്നലെ നമ്മ എടുത്ത സാധനം ഇവിടെ നിന്ന് എടുക്കണം. ഒന്നുകൂടി വന്നെ ഇവിടെ പിക്കപ്പ് കൊടുക്കാം. ഇതിന്റെ ഒപ്പം ഞങ്ങൾ മറ്റേ പല ഗെയിം കൂടി അല്ലെങ്കിൽ നമ്മ ട്രാപ്പാവും. റൂഫൊക്കെ വെക്കണം. പതുക്കെ പതുക്കെ വിശക്കും. പിന്നെ ഞങ്ങൾ ആദ്യം മൾട്ടിപ്ലെയർ കളിക്കാന്ന് ചോദിച്ചാൽ എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ ഇവിടെ ഇല്ല, പുറത്തു പോയേക്കണം. ഒരു ദിവസം ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് മൾട്ടിപ്ലെയർ കളിക്കും. പാർട്ട് 2 ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഉറപ്പായിട്ടും കളിക്കും. ഞങ്ങൾ ആദ്യം പോയി ഒരു പലക തപ്പണം. എന്റെ ഒപ്പം കളിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സിനും ഈ യൂട്യൂബ് ചാനൽ ഉണ്ട്. ഒന്ന് എയ്തൻ വ്ളോഗ്സും ഒന്ന് ഗെയിം ബ്രോയും. ഇത് രണ്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ ഷെൽഫൊന്നും എടുക്കാൻ പറ്റണില്ല. ഒരു വേലിക്കമ്പി ഇട്ടിട്ടുണ്ട്. കമ്പിയല്ല, വുഡാണ്. എല്ലാ ദിവസവും ഞങ്ങളുടെ ബേസ് രാത്രി നമുക്ക് കണ്ടുപിടിക്കാം. അയ്യോ ബ്രെയിൻ റൂട്ട് വന്നു ഗൈസ്. നമ്മളിപ്പ ഒത്തിരി കാര്യം ചെയ്യാം. നമ്മുടെ ഗണ്ണെടുത്ത് ഇവന്മാരെ തീർക്കാണ്ട് ടും 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 ടും. അയ്യോ ഗൈസ്, ഇവന്മാരെ ഒറ്റടിക്കൊന്നും ചാവൂല. റീലോഡ്. ഇവന്മാരെ ഒറ്റടിക്കൊന്നും ചാവൂല. അങ്ങനെ നമ്മ ബേസിക് അറിയിക്കട്ടെ. എന്നിട്ട് ഉണ്ട കുറവാണ്. എന്തായാലും ഇവിടെ നിൽക്കണ്ട്. ഇവന്മാരിവിടെ കയറി വന്നു ഗൈസ്. ഞാൻ ചാവും ഗൈസ് മിക്കാറും. പോടാ ചത്ത് ഗൈസ്. ഇവനെ കൊല്ലാൻ പറ്റുള്ള ഗൈസ്. ഞാൻ ചത്തു ഗൈസ്. ഞങ്ങൾ ഇനി പാർട്ട് 2 ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് കളിക്കും, ഉറപ്പായിട്ടും കളിക്കും. ഈ ഗെയിം അല്ല, നിങ്ങൾ പറയണ ഒരു ഗെയിം കളിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, എല്ലാവർക്കും ഷെയറും ചെയ്യണം. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നാളെ ഒരു നല്ല വാർത്ത ഉണ്ടാവും. എല്ലാവർക്കും ഗുഡ് ബൈ.